KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഫ്ലോർ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ഇമേജ് സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലായി ഉപയോഗിച്ചിരിക്കുന്ന ഈ രീതിയിലുള്ള ഫോട്ടോ കൊളാഷ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് KineMaster ക്ലോസ് ചെയ്ത് ഫിനിഷ് ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫിനിഷ് ഓപ്പൺ ചെയ്യാം. സ്റ്റാർട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ഫോട്ടോ കൊളാഷിലേക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി സെലക്ട് ചെയ്യുക. ഫോട്ടോ കൊളാഷിലേക്ക് വേണ്ട എല്ലാ ഇമേജുകളും സെലക്ട് ചെയ്തുവെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ഷേപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഷേപ്പ് കളക്ഷൻസ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്യുക. നാം സെലക്ട് ചെയ്ത എല്ലാ ഇമേജുകളും ഒരു സ്ക്വയർ ഷേപ്പിനുള്ളിലായി അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഡ്ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജുകളുടെ സൈസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജുകൾക്കിടയിലുള്ള സ്പേസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആക്യുറസി ലെവൽ 0 ആക്കി മാറ്റുക. ഓക്കെ കൊടുക്കുക. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ കൊളാഷ് സേവ്ഡ് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് KineMasterലേക്ക് തിരികെ എത്താം. നിങ്ങളുടെ ഫിനിഷ് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ കൊളാഷ് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. ഇമേജിന് ചുറ്റുമായി ഒരു ചെറിയ വൈറ്റ് ബോർഡർ മാത്രം വരുന്ന രീതിയിൽ ഇമേജ് ക്രോപ്പ് ചെയ്തെടുക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് സ്ക്രീനിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കൊളാഷിന്റെ താഴ്ഭാഗം ഈ ഫ്ലോർ ഇമേജിന് മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. കർസർ ടൈം ലൈനിന് മുന്നിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ഈ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ആനിമേഷന്റെ ബിഗിനിങ് പോയിന്റ് മാർക്ക് ചെയ്യുന്നതിനായി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ലെയറിന്റെ എൻഡിങ്ങിൽ കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും കൊളാഷ് ഈ രീതിയിൽ പതിയെ താഴേക്ക് നീക്കി വെക്കുക. വീഡിയോയിലേക്ക് വരേണ്ട മെയിൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഇമേജ് സ്ക്രീനിന് റൈറ്റ് സൈഡിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. മെനു ബോക്സിൽ നിന്നും സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. ലൈറ്റ് ലൈൻ സെലക്ട് ചെയ്യുക. ഈ ലെറ്ററിംഗ് എഫക്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ട വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഈ ലെയർ ഇവിടെ നിന്നും ഫ്ലോർ ഇമേജിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട വിഷസ് എൻ്റർ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു കോഡ്സ് കൂടി എൻ്റർ ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ വേണ്ടെങ്കിൽ സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ ലെയർ 1-2 ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.